ഇനി അഥവാ വാൻ പോർട്ട് ഇല്ല, നിങ്ങളെ ലാൻ പോർട്ടാണ് ഉള്ളെങ്കിലും വാൻ പോർട്ടിൽ നമുക്ക് വയർഡ് എക്സ്റ്റൻഡറായിട്ട് യൂസ് ചെയ്യാം. സോ അതിനായിട്ട് നിങ്ങൾ ഇപ്പോൾ വാൻ പോർട്ട് ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലാൻ പോർട്ട് കാണാമല്ലോ. ഈ ലാൻ പോർട്ടിൽ ലാൻ കേബിൾ കണക്ട് ചെയ്തിട്ട് മെയിൻ റൗട്ടറിലോട്ട് ഈ ലാൻ കേബിൾ കണക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് കോൺഫിഗറേഷനിലോട്ട് കിടക്കാം. സോ നമ്മൾ റൗട്ടർ ഒന്നും കൂടെ റീസെറ്റ് ചെയ്തിട്ട് നമ്മൾ ലാൻ പോർട്ടിലോട്ട് കണക്ട് ചെയ്തു. ആ ലാൻ കേബിളെടുത്ത് മെയിൻ റൗട്ടറിൻ്റെ ലാൻ പോർട്ടിലോട്ട് കണക്ട് ചെയ്തു. ഇനി ഇതായിരിക്കും, അതായത് ഇത് ADSL ആയിട്ടുള്ള റൗട്ടേഴ്സിലായിരിക്കും നമുക്ക് ADSL പോർട്ടാണ് കാണുന്നത്, DSL പോർട്ടാണ് കാണും, ബാക്കിയെല്ലാം ലാൻ പോർട്ടായിരിക്കും. സോ അതിൽ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇത് യൂസ്ഫുൾ ആവുന്നത്. സോ നമുക്ക് അത് എങ്ങനെ കോൺഫിഗറേഷൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ വീണ്ടും വൈഫൈ കണക്ട് ചെയ്തു. വൈഫൈ കണക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ആയി ഒരു ബ്രൗസറിലോട്ട് പോകും. അത് എല്ലാ മോഡലിലും ആ ഒരു ഫീച്ചർ ഇല്ല, ചില മോഡലിലാണ്. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, അതായത് നിങ്ങൾ ഫേംവെയർ ആയിട്ട് ലേറ്റസ്റ്റ് ആണ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി വർക്ക് ആവാൻ ചാൻസ് വളരെ കുറവാണ്. നിങ്ങൾ ഡീലിങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഫേംവെയർ ഡൗൺലോഡ് ചെയ്യുന്നത്. ഹാർഡ് വെർഷൻ കൂടെ നിങ്ങൾക്ക് കാണാമല്ലോ. ഹാർഡ് വെർഷൻ C1 ആണ്, ഫേംവെയർ 3.0.8 ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ഞാൻ ഇതിൽ ഇട്ടേക്കുന്നത്. ഓക്കെ, ഇതിൽ കണക്ഷൻ ടൈപ്പ് DHCP അത് കണക്കും. ഇതിലൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, സേവാൻ കാണിച്ചു കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ലോഗിൻ കൊടുക്കുക. സോ ലോഗിൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻ്റർഫേസ് കാണും. ഇവിടെ വേറെ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. സെറ്റപ്പിൽ പോവുക. സെറ്റപ്പിൽ പോകുമ്പോൾ വൈഫൈ ഡിസ്കണക്റ്റ് ആയി, അത് ലോഗിൻ ചെയ്തതിൻ്റെ ഡിസ്കണക്ഷനാണ്, അത് ഇടയ്ക്കിടയ്ക്ക് ഡിസ്കണക്ഷൻ ആവും. ഓക്കെ, ഇപ്പം വീണ്ടും കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം സെറ്റപ്പിൽ പോവുക, ലോക്കൽ നെറ്റ്വർക്കിൽ പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഇൻ്റർഫേസ് കാണും. ഇവിടെ നമ്മൾ ലാൻ ഇൻ്റർഫേസ് സെറ്റപ്പ് മാത്രം 1.2 മാറ്റിക്കുക. മെയിൻ റൗട്ടറിൻ്റെ 1.1 ആണ്, ആ 1.2 മാത്രം ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ അതിനുശേഷം 1.2 ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ DHCP മോഡ് ജസ്റ്റ് ഒന്ന് നോൺ ആക്കി കൊടുക്കുക. അതിനുശേഷം DHCP അപ്ലൈ ചേഞ്ചസ് കൊടുക്കുക. എന്നിട്ട് ഈ ലാൻ ഇൻ്റർഫേസ് സെറ്റപ്പ് കൂടെ അപ്ലൈ ചേഞ്ചസ് ചെയ്ത് കൊടുക്കുക. അപ്ലൈ ആയില്ല, ജസ്റ്റ് ഒന്നും കൂടെ സെറ്റ് ചെയ്യാം. അപ്ലൈ ചേഞ്ചസ് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ അപ്ലൈ ആയി. ഓക്കെ, അപ്പോൾ ഇനി റൗട്ടർ ജസ്റ്റ് ഒന്ന് റീസെറ്റായി വരും. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പീഡ് ചെക്കും നമ്മൾ നെറ്റ് കിട്ടുന്നുണ്ടോയെന്നും കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് 3 പാർട്ട്. നമുക്ക് ഈ ഒരു 3 പാർട്ടായിട്ട് ഞാൻ ചെയ്യാം, അതായത് 3 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. കാരണം ഇത് ഒരുപാട് ലെന്തായി പോകും. സോ അതുകൊണ്ട് 3 പാർട്ടായിട്ട് നമുക്ക് വീഡിയോ സെറ്റ് ചെയ്യാം. അതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. കാരണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, വയർലെസ് സെക്ഷനായിട്ട് ചൂസ് ചെയ്യാം, വയർഡ് എക്സ് പോയിന്റ് ആണെങ്കിൽ എക്സ് പോയിന്റ്, വയർഡ് എക്സ്റ്റൻഡർ ആണെങ്കിൽ വയർഡ് എക്സ്റ്റൻഡർ ആയിട്ട് ചെയ്യാം. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാൻ ബെറ്റർ ചെയ്യുന്ന ആക്സസ് പോയിന്റ് അല്ലെങ്കിൽ വയർഡ് എക്സ്റ്റൻഡർ ആയിട്ട് യൂസ് ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. കാരണം നിങ്ങൾ ഒന്ന് അത്യാവശ്യം ഹെവി യൂസർ ആണെങ്കിൽ മാത്രം. സോ അല്ല, നിങ്ങൾ സാധാരണ യൂസ് ചെയ്യണമെങ്കിൽ വയർഡ് എക്സ്റ്റൻഡർ ആയിട്ട് യൂസ് ചെയ്യാം, കാരണം ഇൻ്റർഫേസ് വളരെ കൂടുതലായി. അപ്പോൾ ലോഗിൻ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പീഡ് ചെക്ക് ഫസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് സ്പീഡ് ടെസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്തു. കാണാം, ഡീലിങ്ങിൻ്റെ വൈഫൈ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് വൈഫൈയുടെ സ്പീഡ് കിട്ടുന്നുണ്ട്. ഞാൻ അപ്പോൾ അത് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. ലാൻ കേബിൾ അത്രയും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. പക്ഷേ ആക്സസ് പോയിന്റിനേക്കാളും നമുക്ക് സ്പീഡുള്ളത് കുറവാണ്. അപ്പോൾ നിങ്ങൾ വാൻ പോർട്ട് ഉണ്ടെങ്കിൽ വാൻ പോർട്ട് യൂസ് ചെയ്യുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അത്യാവശ്യം സ്പീഡൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ബ്രൗസ് ചെയ്ത് നോക്കാം, അല്ല ജിമെയിൽ ഒന്ന് അടിച്ച് നോക്കാം, ബ്രൗസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കൺഫേം ആവുമല്ലോ നെറ്റ് കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് കൺഫേം ആവും. ഇതാണ് ഇത് എല്ലാ റൗട്ടറിലും എല്ലാ മോഡലിലും ഇതേ സെയിം മോഡലാണ് ചെയ്യുന്നത്. ഓപ്ഷൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ചേഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ, വേറെ എല്ലാം സെയിം ആണ് കേട്ടോ. ഓക്കെ, ബ്രൗസ് ചെയ്യുമ്പോൾ ബ്രൗസിങ് കിട്ടുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ളവങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.